ഇനി നമുക്ക് സിനിമാ മേഖലയിൽ ഒരു പ്രതിഭയിലേക്കാണ് പോകേണ്ടത്. കാരണം 32 വർഷത്തിന് ശേഷം സിനിമയിലേക്ക് മടങ്ങി വരുന്ന ഒരു പ്രതിഭ അല്ലേ. ഇതിൽ റിപ്പോർട്ട് നോക്കാം. 32 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കൊച്ചു നടനെ പരിചയപ്പെടാം. തവക്കള എന്ന പേരിൽ അറിയപ്പെടുന്ന തമിഴ് നടൻ ബാബു. ഗാന്ധിനഗറിൽ ഉണ്ണിയാർച്ച എന്ന സിനിമയിലൂടെയാണ് തവക്കളയുടെ രണ്ടാം വരവ്. പ്രിയദർശന തിരക്കഥയിൽ ആലപ്പി അഷറഫ് സംവിധാനം ചെയ്ത് 1984 റിലീസ് ചെയ്ത വനിതാ പോലീസ് എന്ന ചിത്രത്തിലാണ് തവക്കള ഇതിനു മുമ്പ് അഭിനയിച്ചത്. പ്രേം നസീറിനും സീമയ്ക്കുമൊപ്പം പക്രു എന്ന കഥാപാത്രമായി. ഇത്തിരി കുഞ്ഞനായ തവക്കള 32 വർഷത്തിന് ശേഷം മലയാളത്തിലെത്തുമ്പോൾ പുതിയ താരങ്ങൾക്കൊപ്പം ഗാന്ധിനഗറിൽ ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. ആൾ പീപ്പിൾസ് വെരി നൈസ്, എല്ലാം ജാലിയായിട്ടുണ്ട് ഇവിടെ. இந்த film somebody अनित मक्कल मलयाली पीपल्स मेरे दोस्त देखने के ये फिल्म. ബാബു എന്ന പേരിന് മാറ്റമുണ്ടാകുന്നത് 83-ൽ. മുന്താണി മുടിച്ചു എന്ന തമിഴ് ചിത്രത്തിൽ തവക്കള എന്ന കഥാപാത്രമായി ബാബു അഭിനയിച്ചു. ചിത്രം ഹിറ്റായതിനു പിന്നാലെ സംവിധായകൻ ഭാഗ്യരാജാണ് തവക്കള എന്ന് പേരിട്ടത്. സിംഗാരി സർക്ക് നല്ല സർക്ക് சும்மா கும்முன்னு ஏறுது கிக்கி எனக்கு அட ஊத்திக்கிட்ட மில்லியா திதக்கு 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 அட ஏத்துக்கிட்ட மில்லியா திதக்கு அட தவக்கலை சுதப்பழகலை നമ്മക്കിட்ட കത്തുക്ക് വാദിയാറ് ഏത്തുക്ക്. ഇതിനോടകം തമിഴിലും തെലുങ്കിലും ഉൾപ്പെടെ അഭിനയിച്ചത് 396 ചിത്രങ്ങളിൽ. വില്ലൻ റോളല്ല, വളരെ പ്രാധാന്യമുള്ള റോൾ, വളരെ പ്രാധാന്യമുള്ള റോൾ. അത് കഥയിലെ നെടുന്തൂടായിട്ടേക്കുന്ന ഒരു കഥാപാത്രം. ഒറ്റപ്പാലത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ഗാന്ധിനഗറിൽ ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിൽ രാജിനി ചാണ്ടി മുഖ്യവേഷത്തിലെത്തുന്നു. നജീബ് ബിൻ ഹസനും ഹാരിസ് ബെഡിയും ചേർന്നാണ് നിർമ്മാണം. മനോരമ ന്യൂസ്, പാലക്കാട്.